എന്താ? വല്ലാതെ ദണ്ണം തോന്നിയ ഒരു സംഭവമായി പോയി. ഏത്? ആ മീനാക്ഷി കൊച്ചിന് കുറെ പേര് ചേർന്ന് പിടിച്ചോണ്ടാ പോയി. അടിയിടിയും തൊഴിയൊക്കെ ആയിട്ട് എന്ത് ബഹളായിരുന്നു ഇവിടെ. ആര് ആര് പിടിച്ചോണ്ട് പോയി? കുറെ ചെറുപ്പക്കാര് തടിയന്മാര്. എന്തിന്? ആ ഞാൻ തുടരുത് വിടണ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ആര് ഗവനിക്കാനാ? എനിക്കിട്ടും കിട്ടിയ ഒരു തള്ളു. താൻ എന്തിനാ തുടരുത് പിടിക്കരുതെന്നൊക്കെ പറയാൻ പോയത്? തന്നോട് ഞാനല്ലേ പറഞ്ഞ അവളെ പറഞ്ഞു വിട്ടേക്കാൻ. അത് ശരി. നമ്മൾ പറഞ്ഞയക്കുന്ന പോലെയാണോ അന്യന്മാര് നമ്മുടെ വീട്ടിൽ നിന്നൊരു പെണ്ണെ പിടിച്ചോണ്ട് പോകുന്നത്? ഏതായാലും അവിടെ നിന്ന് പോയല്ലോ. ആ പോയി. നന്നായി നന്നായി എന്ന് കരുതിക്കൊണ്ടാ മതി. താൻ അതിനെക്കുറിച്ച് ഓർത്തിന് ഇത് എണ്ണപ്പെടുവൊന്നും വേണ്ട. അപ്പൂന് നല്ല സങ്കടമുണ്ട്. രാവിലെ മുതലൊരു വക കഴിച്ചിട്ടില്ല. അപ്പോ എന്താ ഒന്നും കഴിക്കാഞ്ഞത്? അപ്പോ എന്താ ഒന്നും കഴിക്കാഞ്ഞെന്ന് ചോദിച്ചു കേട്ടില്ലേ? അമ്മണി, ആഹാരം എടുത്ത് വയ്ക്കേ. എനിക്കും അപ്പൂനും. അവൻ കഴിച്ചോ ഇല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞതാ പണിക്കരോട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മീനാക്ഷി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അവള് ശരിയല്ല. എനിക്ക് അവളെ ഇഷ്ടമല്ല. ഒരു കാരണവശാലും ഞാൻ അവളെ എനിക്ക് കയറ്റുമില്ല. അപ്പൂനൊരു നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പു മാത്രം വിചാരിച്ചാൽ മതി. അതിനാരുടെയും സഹായമൊന്നും വേണ്ട. വാ കഴിക്ക്. ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ടപ്പോ വന്ന് കഴിക്കാനാ പറഞ്ഞത്. എടാ നിന്നോടൊന്ന് കഴിക്കാനാ പറഞ്ഞത്. പറഞ്ഞാ കേക്കില്ലടാ റാസ്കൽ. നീ കഴിക്കുമെന്ന് ഞാൻ നോക്കാം. കഴിക്കാൻ അപ്പോ നിന്നോട് കഴിക്കാനാ പറഞ്ഞത്. കഴിക്ക്. എടാ കഴിക്കാൻ. അയ്യോ അസത്തെ ഓഹാരം വലിച്ചെടുക്കുന്നു. വേണ്ട. അയ്യോ വേണ്ട, കുഞ്ഞിനെ അയ്യോ അയ്യോ വേണ്ട, അടിക്കരുത്. പിള്ളേരെ ഇങ്ങനെയാണ് തല്ലണത്. ആവശ്യമുണ്ടെങ്കിൽ ഒരു വടിയെടുത്തടിക്ക്. തല്ലി കൊല്ലണം ഇതിനെങ്ങനെ. കൊഞ്ചിക്ക്. എല്ലാരും കൂടെ കൊഞ്ചിക്ക്. കൊഞ്ചിച്ച് എന്റെ മോനെ ഈ കോലത്തിലാക്കി. ലോകത്തിൽ എത്രയോ കുട്ടികളുണ്ട്. ഇവൻ മാത്രം എന്താ ഇങ്ങനെ? അഹങ്കാരി, നിഷേധി. അപ്പോ നിന്നെ എനിക്ക് ഇഷ്ടമല്ലടാ. എന്താ ഈ വീടിന് ഇങ്ങനെ ഒരു ശനിദശ എന്റെ അമ്മണിയമ്മേ? അല്ല, വെറും അമ്മണിയമ്മേ. ഹലോ ബോബായി, ഞാനാ. എന്താ ബാലു? എടാ, ആ പെണ്ണ് പോയി കളഞ്ഞല്ലോ. ആ മീനാക്ഷി. എപ്പോ? ആ രാവിലെ ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്നോ പിടിച്ചോണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു. അപ്പോന്റെ സങ്കടം അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അവൻ ആകെ വിഷമിച്ചിരിക്കുക. നീയേ ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ അവളോടൊന്ന് വരാൻ പറയും. എന്ത് വേണേ കൊടുക്കാന്ന് പറയും. നോക്കട്ടെ, ആ കുട്ടിയുടെ അഡ്രസ്സ് തപ്പിയെടുക്കാമെന്ന് നോക്കട്ടെ. എന്നിട്ട് ആളെ വിടാം. ആ കഴിക്കണ്ടായോ? കഴിക്കാൻ പോവാ. ആഹാരം കഴിക്കണ്ടായോന്ന് ചോദിച്ചത്. വേണ്ട. ഒരത്താഴം മുടങ്ങിയാൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ചി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന. പണിക്കരെ, എന്തോ? അപ്പോന് ഞാൻ ഒരുപാട് തല്ലിയല്ലേ. കഷ്ടായിപ്പോയി അത്. തനിക്ക് ഓർമ്മയുണ്ടോ? എന്ത്? അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ ഭാമ എന്റെ കൈ പിടിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അപ്പൂനെ വേദനിപ്പിക്കരുത്, അപ്പൂനെ വേദനിപ്പിക്കരുത്. അവളുടെ മരണശേഷം എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്
എന്റെ തൊട്ടടുത്ത് വന്നിരുന്ന അവള് പറയുന്നത് പോലെ അപ്പൂനെ വേദനിപ്പിക്കരുത് ബാലുവേട്ട, അപ്പൂനെ വേദനിപ്പിക്കരുത്. ഒക്കെ ഞാൻ മറക്കുന്നല്ലോ പണിക്കരെ. താൻ എന്നോടൊന്ന് വാ. എനിക്ക് എന്റെ മോനോട് മാപ്പ് ചോദിക്കണം. തമാ സോറി ബോസേ, സോറി. എന്റെ മോൻ കരയരുത്, ഒരിക്കലും കരയിപ്പിക്കില്ല പപ്പ. നാളെ വരും മോന്റെ മിന്നും, പിന്നെ എവിടെയും പോവില്ല. പോരെ? അപ്പൂസിന് പപ്പയുടെ ദേഷ്യം. ഇനി വാ, നമുക്ക് വല്ലതും കഴിക്കാം. അമ്മണി, ഇതേ ഞങ്ങള് കഴിക്കാൻ പോവാ. പണിക്കരെ കണ്ടോടോ, എന്റെ മോൻ എത്ര നല്ല കുട്ടിയാണെന്ന് നോക്കിയേ. ഞാനത് അന്നേ പറഞ്ഞതാണല്ലോ. പണിക്കിരമോൻ നുണ പറയാ. ആണോ? പണിക്കിരമോൻ പറയണത് ഞാൻ വെടിമരുന്നാ. എടോ, എന്റെ മോനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ ഏതാണ്ട് ഒരു തമാശ പറഞ്ഞതാ. കഴിയാ. ഞാനും മിന്നും പ്ലാൻ ഇട്ടിരിക്ക. എന്താ? അടുത്ത വിഷുവിന് പണിക്കിരമോൻ കിടന്ന് ഉറങ്ങുമ്പോ ചുറ്റും വെടിമരുന്നിട്ട് പൊട്ടിക്കാൻ. അയ്യോ എന്റെ പൊന്നു മോനെ, അങ്ങനെ ഒന്നും ചെയ്തു കളയല്ലേ. കൊച്ചിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കണേ. ആ പറയാം. അങ്ങനെയാണെങ്കിൽ മിന്നുവിനെ ഉടനെ വരുത്തണമല്ലോ പൂസ്. എളുപ്പം വേണം പപ്പ. എന്താണ് അച്ഛനും മോനും കൂടെ ഒരു കുശേഷിപ്പ്? ഒന്നുമില്ല. ആരായിരുന്നു പണിക്കരെ ആ കുട്ടിയെ ഇവിടെ വന്ന് വിളിച്ചോണ്ട് പോയത്? അയ്യോ, ആരാണെന്ന് ഒരു പിടിയില്ല. ഒരു 3-4 തടിയന്മാര്, ഒരെണ്ണത്തിന്റെ പേരറിഞ്ഞൂടാ. ഹലോ, ആ ഗോവൻ ഡോക്ടറാ. ഹലോ ബാലു, ഞാൻ ആളെ വിട്ടു. അവളുടെ വീട്ടുകാർക്ക് എന്തോ മടിയുള്ളതുപോലെ. ഇനി വിടണില്ലെന്നാ പറയണേ. ഞാൻ പോയി വിളിക്കണോ? വേണ്ട ഗോപ, ഞാൻ പോയിക്കോളാം. വീടെവിടാ? മനക്കാട്ട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിയുന്ന റോഡ് അവസാനിക്കുന്നിടത്താണെന്നാ പറഞ്ഞത്. ഒരു പഴയ മോഡൽ കെട്ടിടമാണെന്നാ തോന്നുന്നത്. ആ, രാവിലെ ഞാനും അപ്പവും ചേർന്ന് പോയി കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു. വെക്കേഷന് കൂട്ടിയിട്ട് വരുമ്പോ പപ്പ എന്തൊക്കെയാ പറഞ്ഞേ? എന്ത് പറഞ്ഞു? എങ്ങാണ്ടൊക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? പാർക്കിൽ കൊണ്ടുപോവാം, കുതിരപ്പുറത്ത് കയറ്റാം, കാർ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാന്നൊക്കെ. എന്നിട്ടോ ഇപ്പം പഠിപ്പിക്കാവോ കാർ ഡ്രൈവിംഗ്? ഒയ്യോ, ഇപ്പൊ വേണ്ട. വെക്കേഷൻ തീരാൻ ഇനിയും സമയമുണ്ടല്ലോ, പിന്നീടാവട്ടെ. അതെന്താ പപ്പ അവിടെ? അതൊരു സിമിത്തേരിയ. ആ കുന്നിനപ്പുറത്തൊരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. ആ ബെഞ്ചുകളൊക്കെ എന്തിനാ? ഇരിക്കാൻ. ഒത്തിരി പേര് വരില്ലേ അവിടെ, മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന കഴിഞ്ഞ് ചിലരൊക്കെ ആ ബെഞ്ചിൽ ഇരിക്കും കുറെ നേരം, പിന്നെ അങ്ങ് പോകും. നമുക്കൊന്ന് പോയിരിക്കാം അവിടെ, എനിക്കും പപ്പയ്ക്കും മാത്രം. നമ്മൾ എന്തിനാ അവിടെ പോയിരിക്കുന്നത്? നമുക്കിരിക്കാൻ ആൽത്തറയും കുളക്കടവും ഒക്കെയുള്ള അമ്പലങ്ങളില്ലേ. പ്രാർത്ഥിക്കണം. ഒരിക്കലും അപ്പുമായിട്ട് പോയെന്ന് പ്രാർത്ഥിക്കണം. ഒരു കടമാണ്. ഇപ്പൊ പോവാം. വേണ്ട മോനെ, മീനാക്ഷിയെ കണ്ടു കഴിഞ്ഞ് പപ്പയ്ക്ക് 10:30 മണിക്ക് ഓഫീസിലെത്താനുള്ളതാ. ഇനി ഒരിക്കലാവട്ടെ. ഇതാണെന്ന് തോന്നുന്നു അപ്പുവിന്റെ മിന്നുവിന്റെ വീട്. അപ്പു ഇവിടെ ഇരുന്നോളൂ, പപ്പ പോയിട്ട് വരാം. വേണ്ട പപ്പ, ഞാൻ ഓണടിച്ച മിന്നു വരും. ആരെയും കാണുന്നില്ലല്ലോ, ഞാൻ പോയി നോക്കിട്ട് വരാം. മീനാക്ഷിയുടെ വീടല്ലേ ഇത്? അതെ. ഞാൻ ബാലു. എന്റെ വീട്ടിലായിരുന്നു കുറെ ദിവസങ്ങളായിട്ട് മീനാക്ഷി. മകനെ അപ്പൂനെ നോക്കാൻ. ഇന്നലെ ആരൊക്കെ വന്ന് ഉപദ്രവിച്ചെന്നോ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ കേട്ടു.
എന്താണെന്ന് അന്വേഷിക്കാമെന്ന് കരുതി. മീനാക്ഷി ഇല്ലേ ഇവിടെ? ഉണ്ട്. ഒന്ന് വിളിക്ക്. നിങ്ങളാരാ? മീനാക്ഷിയുടെ അമ്മയല്ലേ? അതെ. ഒന്ന് വിളിക്കാൻ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി. രുദ്രൻ ഇവിടെ? എന്റെ വീടായത്. എന്റെ സഹോദരിയാ മീനാക്ഷി. സഹോദരി എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, പകുതി. ഞാൻ ജനിച്ചു കഴിഞ്ഞാ എന്റെ അച്ഛൻ ഇവരെ കെട്ടിയത്. അതിലുണ്ടായതാ അവള്. സാറിനിപ്പോ എന്താ വേണ്ടേ? എന്റെ മകന്റെ വെക്കേഷൻ കഴിയുന്നവരെ അവനോടൊപ്പം ഉണ്ടാവുമെന്ന് മീനാക്ഷിയോട് ചോദിക്കാൻ വന്നതാ ഞാൻ. ഉണ്ടാവില്ല. എനിക്ക് ചോദിക്കുന്നത് മീനാക്ഷിയോടാണ്. ഓഹോ, എന്നാലേ സൂക്കേട് തീരുള്ളൂ അല്ലേ? ഡേയ്, അവളെ ഇങ്ങ് വിളിക്കേ. സാറ് വന്നിരിക്കുന്നു. കുറെ കാലം കൂടെ സാറിന്റെ കൂടെ ജോലിക്ക് നിൽക്കുമെന്ന് ചോദിക്കാൻ. എന്തു പറയുന്നു? ഞാൻ വരാം. അപ്പുവിന്റെ അടുത്തേക്ക് ഞാൻ വരാം. സത്യമായി ഞാൻ വരാം. എടീ, കൊല്ല് ഞാൻ. അടിക്കരുത് ഇങ്ങനെ. വേണ്ട, ഇടപെടണ്ട. ഫാക്ടറി അല്ലത്. അമ്മയല്ലേ നിങ്ങൾ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? പറ അമ്മേ, ഉള്ളതെല്ലാം പറ. എനിക്ക് കാണാൻ വയ്യ. എന്റെ മോളെ ഇങ്ങനെ തല്ലിക്കൊല്ലുന്നത് എനിക്ക് കാണാൻ വയ്യ. ദയവേത് സാർ പോ. ഞാൻ പോകുന്നു. മീനാക്ഷി എന്റെ അപ്പുവിന്റെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇനിയും വന്നിരിക്കും കൂട്ടിക്കൊണ്ടുപോവാൻ. ആഹാ, ഭാര്യ മരിച്ചു പോയത് കൊണ്ട് കൂടെ കിടത്താൻ എന്റെ പെങ്ങളെ തന്നെ വേണം സാറിന് അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്റെ അപ്പൂന് അവന്റെ മിന്നുവിന് വേണമെങ്കിൽ വരാൻ മീനാക്ഷി തയ്യാറാണെങ്കിൽ ഞാൻ വരും കൊണ്ടുപോവാൻ. ഒരുങ്ങിരുന്നോളൂ.
മതി, എടുത്തോണ്ട് പോടാ. എനിക്കിത് പപ്പയെ മതി, എനിക്ക് പപ്പയെ മതി. പോവാം പപ്പ, നമുക്ക് പോവാം പപ്പ, പോവാം പപ്പ. അഞ്ചാറ് പേര് കൂടി ചേർന്നാ ഒരുത്തനിട്ട് തല്ലുന്നത്. ആർക്കാണ് ഇത്ര ദണ്ണം? ആർക്കാടാ? ആരാണ് അവിടെ എനിക്കെതിരെ പറയാൻ?